പ്ലാനിൽ ചെറിയൊരു ചേഞ്ച്. നമ്മൾ ശരിക്കും ഇപ്പോൾ രാജസ്ഥാനിൽ എത്തിയിട്ടാണ്. രാജസ്ഥാനിൽ ജയ്പൂരാണ് ഇപ്പോൾ ഉള്ളത്. ജയ്പൂർ നമ്മൾ തിരിച്ചു വരുമ്പോൾ കവർ ചെയ്യാന്നുള്ള പ്ലാനായിരുന്നു. പക്ഷെ നമ്മളിപ്പോൾ നോക്കിയപ്പോൾ ഇങ്ങനെ കയറിയിട്ട് പോകാമെന്ന് തിരിച്ചു. കാരണം തിരിച്ചു വരും നമ്മൾ അമൃത്സർ കൂടി വരുമ്പോൾ നമുക്ക് അപ്പുറത്തെ സൈഡിൽ കൂടെ നമ്മൾ പോവാം. അപ്പോൾ ഇപ്പോൾ അങ്ങനെ കയറി പോയി കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് കിലോമീറ്റർ കവർ ചെയ്യണ്ടെന്നുള്ള പ്ലാനിൽ നമ്മൾ ഇപ്പോൾ അങ്ങനെ കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹംപി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉള്ള വീഡിയോ ഇതായിരിക്കും. അതിൻ്റെ ഇടയിൽ കുറച്ച് ഒരു മധ്യപ്രദേശിലെ കുറച്ച് വീഡിയോ, കാരണം 2 ദിവസം നല്ല പനിയായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ ഒരുപാട് വീഡിയോസൊന്നും എടുത്തില്ല. ഇപ്പോൾ ജയ്പൂരിൽ വന്നപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഇവിടുത്തെ കുറച്ച് വീഡിയോസ് ഇന്നും നാളെയായിട്ട് അടുത്ത 2 ദിവസത്തെ വീഡിയോ ഉണ്ടാവും. ഇന്നിപ്പോൾ നമ്മൾ ആദ്യം 1-2 സ്ഥലങ്ങൾ മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള അട്രാക്ഷൻസൊക്കെ, മെയിൻ അട്രാക്ഷൻസൊക്കെ നമ്മൾ അടുത്ത ദിവസം കവർ ചെയ്യും. കാരണം നമ്മളിപ്പോൾ വന്നിട്ടുള്ളൂ, ഇന്നിപ്പോൾ ഒരു ഉച്ചയായി. അപ്പോൾ ബാക്കി കാഴ്ചകൾ നമുക്ക് കാണാം. ഓക്കെ. നമ്മൾ നാഹർഗാ ഫോർട്ടിലേക്ക് പോകുന്ന വഴിയായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്കാണ് ജൽമഹൽ കണ്ടത്. അപ്പോൾ ജൽമഹൽ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് അകത്തേക്കൊന്നും ഇപ്പോൾ പോകാൻ പറ്റില്ല, കുറേ ആയിട്ട് എൻട്രി ഒന്നുമില്ല. മുന്നേ ഉണ്ടായിരുന്നു എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഫോട്ടോ എടുക്കാം എന്നുള്ള ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. കുറച്ച് ആൾക്കാരുണ്ട്, അങ്ങനെ മാക്സിമം സൂമ്. അതാണ് ജൽമഹൽ. ഇതിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ, ചരിത്രം ഞാൻ നോക്കിയിട്ടില്ല ശരിക്കും. ചരിത്രം എന്താണെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ എന്തോ ഒരു ചരിത്രമുണ്ട്. അതിൻ്റെ മുകളിൽ മരമൊക്കെ ഉണ്ട്, തണലിന്. ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഇതിനെക്കുറിച്ച് പഠിക്കണം എന്നൊക്കെയാണ് പറയാം. അവിടെ ഡ്രസ്സ് ഇട്ട് നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള പരിപാടിയൊക്കെ ഉണ്ട്. ഇതൊക്കെ അതിൻ്റെ ഫോട്ടോസ് ഇങ്ങനെ പകർത്തിക്കൊണ്ടിരിക്കുക. നല്ല ചൂടാണ് കേട്ടോ. സമയമുണ്ടോ? നല്ല വേർപ്പിടിക്കുക. എങ്ങനെയുണ്ട് ശ്രീരാഗ? ചൂട് എങ്ങനെയുണ്ട്? ഭയങ്കര ചൂട്, 38 ഡിഗ്രി. സമയം 5 മണി. 5 മണിക്കാണ് ഈ ഒരു ചൂട്. ഇനി കറങ്ങിത്തിരിഞ്ഞ് ഈ ബിക്കാനീറും ജയ്സൽമീറൊക്കെ എത്തുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിക്കുന്നത്. ജയ്സൽമീറൊക്കെ നല്ല ചുട്ട് പഴുത്ത് കിടക്കായിരിക്കും. എന്തായാലും 1 ടൈമല്ലേ വരുള്ളൂ, പോയി നോക്കാം.
ഒഴിക്കാണ് തരാം അല്ല എന്തായാലും ഒഴിക്കുന്ന പരിപാടിയൊന്നുമില്ല. ഉണ്ട് കുഴപ്പമില്ല. ആ ചേട്ടൻ കഴിക്കണണ്ട അതിലുള്ള ഒരു നമ്മളുണ്ട്. ഒരു വേൽപൂരി ആയാലോ? ബീഡി വലിയ ഏതാ വലിയ എൻ്റെ മൂന്ന് കുറേ കുഴപ്പമില്ലാണോ? അതുകൊണ്ട് സൂപ്പർ മതിയായിരുന്നു. കിട്ടണമെങ്കിലേ പാട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് വരില്ലടാ, കോപ്പറേറ്റ് വരില്ലേ? പാട്ട് വയ്ക്കാൻ പാടില്ല, നമ്മൾ സ്റ്റേഷൻ ഇല്ല. ഒന്ന് വോയിസ് ഇട്ട് ഉണ്ട് അങ്ങനെ തന്നെ പറയാൻ അങ്ങനെ തന്നെയാണോ? നഹർഗ ഫോർട്ടിലേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് കുറച്ച് മുകളിലെത്തുമ്പോൾ അടിപൊളി ജയ്പൂരിൻ്റെ കാണാം. ക്രോപ്സ് പോകണം കേട്ടോ. ക്ലാരിറ്റി എങ്ങനെ പോകുമെന്ന് എനിക്കറിയില്ല. നമുക്ക് ദൂരെ ജൽമഹൽ കാണാം. ഇവിടെ വേറെ കുറച്ച് ഫോർട്ടുകൾ കാണാം. ഇങ്ങോട്ട് കുറേ ഫോർട്ടുകൾ. ഇവിടെയൊക്കെ കുറച്ച് നടന്ന് കാണാനുള്ള ഐറ്റംസൊക്കെ ഉണ്ട്. ഒരു സിറ്റിയുടെ ഒരു പകുതി കൂടുതൽ ഭാഗമുണ്ട് ഇവിടെ. ട്രിപ്പിൾ അടിച്ച് പോയതാണ്. ട്രിപ്പിൾ അടിച്ച പിടിച്ചില്ല അവനെ. വന്നിട്ടില്ല. കാണുന്നതാ ദൂരം കൂടുതലാണ് കേറ്റാന്നൊക്കെ.
തിരക്കായിരിക്കും, നല്ല രസമായിരിക്കും. അതെ അതെ, ബ്യൂട്ടിഫുൾ ആയിരിക്കും. മുട്ടിയും മുട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിടിക്കേണ്ടി വരും. ചിക്കമംഗളൂര് പോയി സൺലൈറ്റ് അല്ലേ, സൺസെറ്റ് തീരൂല. ഇടയ്ക്ക് സൺസെറ്റ് ഇവിടെ. इधर है, उधर नहीं गाड़ी है. आगे जाएगा पीछे, आगे ले जाएगा. ഓടാ, आगे ले जाएगा. അങ്ങോട്ടാണോ ഇത് പോയിന്റ്? അല്ലല്ല, അങ്ങോട്ട് ഏതാ പോയിന്റ്? അവിടേക്ക് എന്താ കാണിക്കുന്നത്? എവിടേക്ക്? അതാ നേരെ, അതിപ്പോ അവിടെ റെസ്റ്റോറന്റ്. അവനവിടെ കൊണ്ട് കയറ്റി. ഇതെന്നാണോ വ്യൂ പോയിന്റ്? വ്യൂ പോയിന്റ് അല്ല, നമുക്ക് അകത്ത് കയറണ്ടേ? അങ്ങോട്ട് പോകണ്ട. അത് നമുക്ക് ഇവിടെ അകത്ത് കയറിയിട്ട് പോരെ? റോഡിന്ന് പോയി നോക്കി. ഇവിടെ എന്തോ കോട്ട എന്തോ ആണ്. സ്റ്റെപ്പുണ്ട്, ഒരു ഇടുങ്ങിയൊരു സ്റ്റെപ്പുണ്ട്, അതിൽ കയറി വന്നു. അങ്ങനെ നമ്മൾ നഗരഹട്ട് ഫോർട്ടിലെ കാഴ്ചകളും അതേപോലെ തന്നെ സൺസെറ്റ് പോയിന്റിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോകുന്ന വഴിക്ക് ജൽമഹൽ ഒരു വ്യൂ ഉണ്ട്, നൈറ്റ് വ്യൂ ഉണ്ട്, ലൈറ്റൊക്കെ ഇട്ടിട്ട്. അത് കിട്ടുകയാണെങ്കിൽ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നതാണ് അല്ലേ ശ്രീയൊക്കെ? അപ്പോൾ അല്ലേ എല്ലാവരും ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യേ. അടിപൊളിയാ, പെണ്ണുങ്ങളൊന്നും ലൈസൻസ് ഇല്ലാണ്ട്. രാത്രി ഇവിടെ നല്ല വ്യൂ ആണെന്ന്. ഏത് രാത്രി? ടൗണിന്റെ വ്യൂ ഉണ്ടല്ലോടാ രാത്രി. ഈ ദീപാലങ്കൃതമായ ജയ്പൂർ സിറ്റി, ആ സിറ്റിയുടെ കാഴ്ച എന്ന് പറയുന്നത് ഭയങ്കര രസല്ലേ? ആ കാഴ്ച ഉണ്ട്. Hi brother Jayaprada here. Please share the pics whenever you have a time bro. And thank you. Okay. ജയ്പൂർ രാത്രി കാണാൻ പറ്റിയ സ്ഥലങ്ങൾ ഏതൊക്കെയാണ്?
പക്ഷെ വെളിച്ചം ലൈറ്റ് വളരെ കുറവാണ്, മങ്ങിയൊരു വെളിച്ചമാണ് അതിനിട്ടേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നുമില്ല, നമ്മൾ നിർത്തുന്നില്ല, നമ്മള് റൂമിലേക്ക് പോകണം. നമ്മൾ ഈ കൂളിങ്ങിന്റെ ഉള്ളിൽ കൂടിയാണ് നോക്കുന്നത്. എന്നാലും വെളിച്ചില്ല, ഫുള്ള് ലൈറ്റ് ഇല്ലല്ല, വിളിച്ചില്ല വേണ്ട, അതിലൂടെ ഒക്കെ ആയിട്ട് വിളിച്ചോളൂ, ഇതായില്ല. അപ്പൊ നമുക്ക് റൂമിലേക്ക് പോവാം. പോകുന്ന വഴിക്ക് ഹവാമഹലിന്റെ രാത്രിയിലെ കാഴ്ച ഒന്ന് പകർത്തിയിട്ട് പോവാം, അതും കൂടി കാണിച്ചു തരാം. ഓക്കെ, ഓൾമോസ്റ്റ് ഹവാമഹലിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നൈറ്റ് വ്യൂ അങ്ങനെ ഉണ്ട് നോക്കാം നമുക്ക്. നമ്മൾ ഇറങ്ങിക്ക് അടച്ച്, ഓൾറെഡി അടച്ചത് കയറാൻ പറ്റില്ല. നാളെ രാവിലെ നമുക്ക് അകത്ത് കയറാൻ പറ്റുമോ നോക്കാം. ശ്രീരാഗ് ഓൾറെഡി വന്ന് കണ്ടതാണ്, അകത്ത് കയറിയതാണ് ശ്രീരാഗ്. ഞാനേ ഉള്ളൂ, നോക്കട്ടെ എങ്ങനെയാണെന്ന്. അവിടെ കാണുന്നുണ്ട് ദൂരെ, ഞങ്ങൾക്ക് അടുത്താണ്, ക്യാമറയിൽ ദൂരമായിരിക്കും. അതിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു കോഫി ഷോപ്പിലേക്ക് ഒരെണ്ണമല്ല, കുറേ ഉണ്ട് കേട്ടോ അവിടെ. അല്ല, ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ. ഒരു ടിക്കറ്റ് എടുത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ 350 രൂപയാണ് തോന്നുന്നു. അവിടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി ഫോട്ടോസ് എടുക്കാൻ പറ്റും. എൻ്റെ പൊന്നി, നല്ല തിരക്കൊന്നുമില്ല. അടിപൊളി. എങ്ങനെയുണ്ട്?